Hello friends, welcome back to my channel Don't Learn English, Live It. On this channel, we don't just study or learn English. We live inside English every day. We speak, we ask questions, we answer, we transform sentences, and we use real life English, simple, natural, and powerful. Every day, just 10 minutes, that's all you need. Speak it, live it, and feel it. So let's get started. Let's have a very quick recap of what we discussed in the last class. Simple, present, present, continuous, and present perfect. P-R-F-E-C-T. Simple present, he does it every day. Every day. So today I'm using the verb do. Do plus s does. If you want to transform it into a negative sentence, you need the help of do again. സാധാരണ വെർബുകൾ പോലെ തന്നെയാണ് ലൈക്ക് അതർ വെർബ്സ്. ഇവിടെ ഡു എന്ന് പറയുന്ന ഒരു ഓക്സിലിയറി അല്ല, ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് വെർബ്. ഇതൊരു ഇൻഡിപെൻഡന്റ് വെർബായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ യു നീഡ് ദി ഹെൽപ്പ് ഓഫ് ദി ഓക്സിലിയറി ഡു again. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഡു പ്ലസ് ഡു പ്ലസ് do plus s. S goes with do and it becomes does. So you get he doesn't do it every day. രണ്ട് സെന്റൻസ് എന്ന് പറയൂ. He does it every day. He doesn't do it every day. He doesn't do it every day. He doesn't does അല്ല പുറത്തുള്ളൂ. He doesn't do it every day. So keep practicing it. മനസ്സിലായല്ലോ? അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ നോക്കൂ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അല്ലേ? ഹി ഡസ് ഇറ്റ് എവറി ഡേ. ഹി ഡസൻറ്റ് ഡു ഇറ്റ് എവറി ഡേ. ഇനി ഈ ഡസിനെ തിരിച്ചിട്ടാൽ നമുക്ക് അതിനെ ഒരു ഇൻവേർഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. സോ യു ഗെറ്റ് ഡസ് ഹി ഡു ഇറ്റ് എവറി ഡേ. സോ ഹി ഡസ് ഇറ്റ് എവറി ഡേ. ഹി ഡസൻറ്റ് ഡു ഇറ്റ് എവറി ഡേ. ഡസ് ഹി ഡു ഇറ്റ് എവറി ഡേ. ഇനി ഹൗ ഓഫൺ ചെറുതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കൂ. ഹൗ ഓഫൺ ഡസ് ഹി ഡു ഇറ്റ്? അല്ലെങ്കിൽ യു ക്യാൻ ആസ്ക് വെൻ ഡസ് ഹി ഡു ഇറ്റ്? സോ ഒന്നുകൂടെ ആവർത്തിച്ച് പറയും നല്ല വേഗതയിൽ. as fast as you can. He does it every day. He does not do it every day. Does he do it every day? How often does he do it? Or when does he do it? And then present continuous. Same verb തന്നെ ഞാൻ യൂസ് ചെയ്യാം. He is doing it now. He is doing it now. അതേ വെർബ് തന്നെയാണ്. ഈസ് ഡൂയിങ് ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾ ആ വീഡിയോ വീണ്ടും കണ്ടാൽ മതി. അവിടെ നമ്മൾ ബീയിങ് എന്ന് പറയുന്ന ഒരു എലിമെന്റ് യൂസ് ചെയ്തിട്ടാണ്, ഒരു പ്രോഗ്രസീവ് എലിമെന്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അറിയാൻ നമുക്ക്. ഇവിടെ വെർബ് സിമ്പിൾ അല്ല. ഹി ഡസ് ഇറ്റ് എവരി ഡേ സിമ്പിൾ ആകാൻ കാരണവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡസിൽ വൺ വേർഡേ ഉള്ളൂ, വെർബലിൽ വൺ വേർഡ്. ദർ ഇസ് ഓൺലി വൺ വേർഡ് ഇൻ ദി വെർബൽ, അല്ലെ? ആൻഡ് ഇറ്റ് ഹാസ് യെസ്. എസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രസന്റ് സിംഗുലർ മാർക്കറാണ്. മനസ്സിലായല്ലോ? ഒരു ടെൻസ് മാർക്കറായിട്ട് നിങ്ങൾ കണ്ടുള്ളൂ. ഒരു മോർഫീമാണ്. അപ്പോൾ ഈ ഈസിനോട് നിങ്ങൾക്ക് ഇവിടെ സഹായക്രിയയുണ്ട്. ദ മെയിൻ വെർബ് ഉണ്ട്. ഈസ് പ്രസന്റ് ആണ്. ഡൂയിങ് കണ്ടിന്യൂസ് ആണ്. സോ ഇറ്റ് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ്. ഈ ഈസിനോട് നിങ്ങൾ നോട്ട് ചേർത്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് സെന്റൻസ് കിട്ടും. ഹി ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ് നൗ. ഇനി ഈസിനെ തിരിച്ചിട്ടാൽ യു ഗെറ്റ് ദി ക്വസ്റ്റ്യൻ. ഈസ് ഇറ്റ് ഡൂയിങ് ഇറ്റ് നൗ? അല്ലേ? ഇനി ഒരു വാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട്സ് ഇറ്റ് ഡൂയിങ് നൗ? He is doing it now. What's he doing? What's he doing now? He is doing it now. അപ്പോൾ പെട്ടെന്ന് ചോദ്യങ്ങൾ പറയൂ. He is doing it now. He is not doing it now. Is he doing it now? What's he doing now? എല്ലാ ക്വസ്റ്റ്യനും. The next one is the present perfect. So the sentence is he has already done it. ഈ ഓൾറെഡി ഇവിടെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അവസരം ചേർക്കാം. ഹി ഹാസ് ഡൺ ഇറ്റ് ഓൾറെഡി. സോ ഹി ഹാസ് ഓൾറെഡി ഡൺ ഇറ്റ് വെർബ് ഹാസ് ഡൺ ആണ്. നിങ്ങൾക്കറിയാം ഇടയിൽ ഓൾറെഡി ടൈം മാർക്കർ ഇതിനകത്ത് കിടപ്പുണ്ട്. അതൊരു അഡ്വേർബ് ആണ്, അല്ലെ? ഹാസ് പ്രസന്റ് ആണ്. ഡൺ വെർബ് ആണ്. ഹാസ് മെയിൻ വെർബ് ആണ്. ഇത് പ്രസന്റ് ടെൻസിനെ കാണിക്കുന്ന ഓക്സിലിയറി ആണ്. ഹി ഹാസ് ഓൾറെഡി ഡൺ ഇറ്റ്.
അല്ലേ? ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഇതിൽ യൂസ് ചെയ്ത് പഠിക്കും. ഉദാഹരണത്തിന് പ്രസന്റ് കണ്ടിന്യൂസിൽ നൗ ചേർത്തു, സിമ്പിൾ പ്രസന്റിൽ എവറി ഡേ ചേർത്തു. ഇതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഇങ്ങനെ പഠിക്കുന്നത്. സോ ഹി ഹാസ് ഓൾറെഡി ഡൺ ഇറ്റ്. ഇനി നിങ്ങൾക്ക് ഇതിനെ നെഗറ്റീവ് ആക്കാം. ഹി ഹാസൻറ്റ് ഓൾറെഡി ഡൺ ഇറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഹി ഹാസൻറ്റ് ഡൺ ഇറ്റ് യെറ്റ് ഓർ ഹി ഹാസൻറ്റ് ഡൺ ഇറ്റ്. ഓൾറെഡി നമുക്ക് ഒരു നെഗറ്റീവ് സെന്റൻസിൽ ചേർക്കാനാവില്ല. മനസ്സിലായല്ലോ? അപ്പോൾ പറഞ്ഞ് ശീലിക്കൂ. ഹി ഹാസ് ഓൾറെഡി ഡൺ ഇറ്റ്. ഹി ഹാസൻറ്റ് ഡൺ ഇറ്റ് യെറ്റ് ഓർ ഹി ഹാസൻറ്റ് ഡൺ ഇറ്റ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഹാസ് ഹി ഓൾറെഡി ഡൺ ഇറ്റ്? ഹാസ് ഹി ഓൾറെഡി ഡൺ ഇറ്റ്? മനസ്സിലായോ? നോക്കൂ, ഹാസിനെ തിരിച്ചിടുമ്പോഴാണ് ഇൻവേർഷൻ ക്വസ്റ്റ്യൻ ആയത്, ഒരു യെസ് നോ ചോദ്യമായത്. മനസ്സിലായല്ലേ? നോക്കൂ, ഇനി ഇതിൽ നിന്നൊരു ഹൗ ചേർത്ത് അല്ലെങ്കിൽ വെൻ ചേർത്ത് എന്നൊരു ചോദ്യം ഉണ്ടാക്കാം. വെൻ ഹാസ് ഹി ഡൺ ഇറ്റ്? വെൻ ഹാസ് ഹി ഡൺ ഇറ്റ്? ആൻസർ ഈസ് ഹി ഹാസ് ഓൾറെഡി ഡൺ ഇറ്റ്. വെൻ ചോദിച്ചുകൊണ്ടത് ഫസ്റ്റ് ടെൻസിലേക്ക് പോകുന്നില്ല, കാരണം അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഹി ഹാസ് ഓൾറെഡി ഡൺ ഇറ്റ്. അപ്പോൾ എന്തൊക്കെ സെന്റൻസ്? ഹി ഹാസ് ഓൾറെഡി ഡൺ ഇറ്റ്. ഹി ഹാസൻറ്റ് ഡൺ ഇറ്റ് യെറ്റ്. Has he already done it? When has he done it? When has he done it? Or you can say how has he done it? How has he done it? Why has he done it? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എത്ര സെന്റൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരത്തക്ക രൂപത്തിലായി? പ്രസന്റ്, സിമ്പിൾ പ്രസന്റിൽ he does it, then he doesn't do it, he doesn't do it, and then does he do it, and then how often does he do it? 4 sentences. So 4 into 3, 12 sentences are there in your mind. അല്ലേ? നിങ്ങളുടെ മനസ്സിൽ 10 സെന്റൻസ് ഉണ്ട്. നിങ്ങളുടെ ബ്രെയിനിനുള്ളിൽ 10 ബേസിക് സെന്റൻസുകളുണ്ട്. തെറ്റുകൂടാതെ നിങ്ങൾക്ക് പറയാനാവും. ഇതിൽ നമുക്ക് 10,000 സെന്റൻസുകൾ ഉണ്ടാക്കാം. കാരണം എല്ലാ ഭാഷകളിലും കുറച്ച് നിയമങ്ങളേ ഉള്ളൂ. വളരെ കുറച്ച്, ഒരു ഹാൻഡ്ഫുൾ ഓഫ് റൂൾസ് എന്ന് പറയാം, അല്ലേ? പക്ഷെ അവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെന്റൻസസ് ഉണ്ടാക്കാം. അതാണ് ഭാഷയുടെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് റൂൾസാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഈ റൂൾസ് നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ, ഇന്റേണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു ഇൻപുട്ട് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇഷ്ടംപോലെ ഇങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് ഒന്നൊന്നിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നോട് നോക്കുക. അതിന് പിന്നിൽ ഒരു ലോജിക് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. CONTINUOUS. ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്പം ശ്രദ്ധ ഇതിന് വേണം. കാരണം ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബ് മുഴുവൻ കണ്ടു നോക്കൂ, യൂട്യൂബിലെ എല്ലാ വീഡിയോസും. ഇങ്ങനെ ഒരു മാർഗം ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അഥവാ നിങ്ങൾ അങ്ങനെ ഒരെണ്ണം കാണുന്നെങ്കിൽ എന്നെ അറിയിക്കും. ഇതേ രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നു. നോക്കൂ, ഇത്രയും ലോജിക്കലായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇതിലുള്ള എലിമെന്റ്സ് ഏതൊക്കെയാണ്? പ്രസന്റ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. നേരത്തെ കണ്ട വീഡിയോസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കണ്ടിന്യൂറ്റി കൊടുക്കണമെങ്കിൽ പ്രോഗ്രസീവ് ആസ്പെക്ട് വേണം. പെർഫെക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെതായ ആസ്പെക്ട് ഉണ്ട്. ഇറ്റ് ഈസ് ഹാവ് പ്ലസ് എൻ. സോറി, ഹാവ് പ്ലസ് എൻ. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഹാവ് പ്ലസ് എൻ പ്ലസ് ബി എത്രയാണ്? നോക്കൂ, ഇനി നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു വെർബും അതിന് വേണ്ടുന്ന ബാക്കിയുള്ള പാർട്സ് വേർഡ് ക്ലൗസ് എല്ലാം തരികയാണ്. ഇപ്പോൾ ഷീ തരുന്നു, വാച്ച് തരുന്നു. അല്ലെങ്കിൽ നമുക്കിവിടെ ഡു എന്ന വാക്ക് തന്നെ എടുക്കാം, കുറച്ചുകൂടെ ഈസിയത്, ഒരു മോഡലായിട്ട്. ഡു, ഇറ്റ്, ഒരു ടൈം മാർക്കർ കൂടി കൊടുത്തിട്ടുണ്ട്. ഫർ ആൻഡ് അവർ. ഫർ ആൻഡ് അവർ. നോക്കൂ, ഇതിലുടനെ തന്നെ നിങ്ങൾ നോക്കുന്നത് ഈ സെന്റൻസിന്റെ സബ്ജക്ട്. വാട്ട് ഇസ് ദ സബ്ജക്ട് ഓഫ് എ സെന്റൻസ് എന്നതിന് നമ്മളൊരു ചെറിയ ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. എന്താ? ദ ടോപ്പിക്, അല്ലെ? ആ സെന്റൻസിലെ ടോപ്പിക് ആണെന്ന് പറയുമ്പോൾ അത് ആരെ പറ്റിയാണ്, എന്തിനെ പറ്റിയാണെന്നൊന്നും പറയേണ്ടതല്ല. ഈ സെന്റൻസിലെ ടോപ്പിക് ആണ്. ഈ സെന്റൻസിലെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആരാണ്? ഷീ ആണ്. അതുകൊണ്ട് ഷീ ഈസ് ദി സബ്ജക്ട്. സബ്ജക്ട് എന്നുള്ള വാക്കിന് വിഷയം എന്നർത്ഥമില്ലേ? അതേ മീനിങ് കൊടുത്താൽ മതി. ഈ സെന്റൻസിലെ വിഷയം ഷീ ആണ്. നോക്കൂ, അപ്പോൾ നമ്മൾ വെർബ് എടുത്തു, ഡു ആണ്. ഡുവിനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ ഇത്രയുടെ സാന്നിധ്യം, ഹാവിൻ്റെ ബീയിങ്ങിൻ്റെ സാന്നിധ്യം ഇവിടെ വരും. നോക്കൂ, നമ്മൾ വെർബ് ഇങ്ങനെ അവസാനം എഴുതുന്നു, ഡു പ്ലസ് ബീയിങ് എഴുതുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ, ബി. അടുത്തത് ഹാവൻ പ്ലസ് പ്രസന്റ്, കാരണം നമുക്ക് പ്രസന്റ് ടെൻസ് ഉണ്ട്.
ഇനി നോക്കൂ, മോർഫിം ജമ്പിങ്. ഇത് ഈ ഭാഷയിലെ ഒരു പ്രത്യേകതയാണ്. മോർഫിം സ്വിച്ചിങ് എന്നതിനെ പറയും. നോക്കൂ, ഇങ് ഡൂവിനോട് ചേരുന്നു, ഡൂയിങ്. അപ്പൊ ഈ കൊണ്ടിരിക്കുക എന്നുള്ള ശബ്ദം കണ്ടിന്യൂറ്റിയുടെ ശബ്ദം അങ്ങോട്ട് പോയി. അടുത്ത് ബി മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന എൻ ബിയോടൊപ്പം ചേരുന്നു, അപ്പൊ ബീന്. അപ്പൊ പെർഫെക്റ്റീവുമായി കണ്ടിന്യൂസുമായി. ഇനി ഹാവ് ആണ്. ഈ ഹാവിനെ പ്രസന്റിനോട് ചേർക്കൂ, യു വിൽ ഗെറ്റ് ഹാവ് അവർ. നോക്കുക, ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇങ്ങനെ നിങ്ങൾ എത്ര ക്ലാസ് വിട്ട് പഠിക്കുന്നു? ചെറിയ ക്ലാസ് വിട്ട് പഠിക്കുന്നു, 10ാം ക്ലാസ് പഠിക്കുന്നു, 11ാം ക്ലാസ് പഠിക്കുന്നു, 12ാം ക്ലാസ് പഠിക്കുന്നു. എന്താ വീണ്ടും പഠിക്കേണ്ടി വരുന്നത്? അത് മാത്രം ചിന്തിച്ചാൽ അതിന്റെ ലോജിക്കൽ ലൈഫ് എന്ന് നമുക്ക് മനസ്സിലായത്. എങ്ങനെ വന്നു എന്നറിയാതെ നമ്മുടെ മനസ്സ് എക്സെപ്റ്റ് ചെയ്യില്ല, കൃത്യമായത് പ്രോസസ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഹാവ് ബീൻ ഡൂയിങ് എന്താണ്, അല്ലെങ്കിൽ ഹാസ് ബീൻ ഡൂയിങ് എങ്ങനെയുണ്ടായി എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഇനി ഷീ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ആരെ ചൂസ് ചെയ്യും? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ സിംഗുലർ വെർബാണ് ഷീ ഹാസ്. അടുത്തത് ബീൻ, അടുത്തത് ഡൂയിങ്, DUING, അടുത്തത് ഇറ്റ്. ഇനി ചേർത്ത് വായിക്കും, ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour. ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour. നമ്മളിപ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ പഠിക്കുന്നത് ഈ സ്ട്രക്ചറിങ് മാത്രമാണല്ലോ, അത് യൂസസ് അല്ല, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ വി വിൽ ഡീൽ വിത്ത് ഇറ്റ് ഇൻ അപ്കമിങ് വീഡിയോസ്. പിന്നീട് വരുന്ന വീഡിയോസിൽ നമ്മൾ പഠിക്കും. ഇനി നന്നായിട്ട് ഇത് മനസ്സിലാക്കും. ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour. 1 മണിക്കൂറായി അവളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂറിന് മുമ്പ് തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു പെർഫെക്റ്റ് സ്വഭാവമുണ്ട്. പെർഫെക്റ്റ് മീൻസ് പാസ്റ്റ് തന്നെയാണ്, എന്നാൽ പ്രസന്റ് ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിന് പഴയതുമായ റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബീൻ വന്നത്. നേരത്തെ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഫിനിഷ്ഡ്, അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. രണ്ടിൽ ഏതുമാകാം. നോക്കൂ, അപ്പൊ ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour. മനസ്സിലായല്ലോ? ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour. നോക്കൂ, ഇതെങ്ങനെ ഉണ്ടായി എന്ന് പഠിച്ചിട്ട് നല്ലോണം അത് പ്രാക്ടീസ് ചെയ്യൂ. ഇതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഇപ്പൊ നമുക്കറിയാം ആ റൂൾ. ഇതാണ് ഇതിന്റെ ടെൻസ് ഓക്സിലിയറി. അതിന്റെ കൂടെ നോട്ട് ചേർക്കണം. ഹാസ് നോട്ട് ബീൻ, ഹി ഹാസന്റ് ബീൻ, he she hasn't been doing it for an hour. She hasn't been doing it for an hour. ഉണ്ടല്ലോ. ഇനി ഈ ഹാസിന് മുന്നിലിട്ടാൽ നമുക്കൊരു ഇൻവേർഷൻ ക്വസ്റ്റ്യൻ ആയി, ഒരു യെസ് ഓർ നോ കൊണ്ട് ആൻസർ ചെയ്യാവുന്ന ചോദ്യമായി. അങ്ങനെ പറയും, ഹാസ് ഷീ ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour? Has she been doing it for an hour? Answer is yes. She has been doing it for an hour, or she hasn't been doing it for an hour. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ വേണ്ടി വരുന്നു. ഹൗ ലോങ്, അല്ലേ? ഹൗ ലോങ്, എത്ര സമയം? ഹൗ ലോങ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ഹാസ് ഷീ, ഹൗ ലോങ് ഹാസ് ഷീ ബീൻ ഡൂയിങ് ഇറ്റ്? അവിടെ ഫോർ an hour ആൻസർ. ഹൗ ലോങ് ഹാസ് ഷീ ബീൻ ഡൂയിങ് ഇറ്റ്? ആൻസർ ഈസ് ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour. ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour. ഇനി എല്ലാം ഒന്ന് പറഞ്ഞു നോക്കൂ. ഷീ ഹാസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ an hour. She hasn't been doing it for an hour. Has she been doing it for an hour? How long has she been doing it? These are the 4 sentences. അപ്പോൾ നിങ്ങൾ 16 സെന്റൻസുകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സേഫായി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും. മനസ്സിലായാലോ? നോക്കൂ, അതിൽ നിന്നുകൊണ്ട് ഒരു സെന്റൻസിൽ നിന്ന് 3 സെന്റൻസിന് നിങ്ങൾ പറയണം. He does it every day. ഒന്നിലും നോക്കണ്ട. He does it every day. He is doing it now. He has already done it. He has been doing it. മനസ്സിലായാലോ? ഇനി ഇതിന്റെ എല്ലാം നെഗറ്റീവ്. He does it every day. He doesn't do it every day. മനസ്സിലായി? Does he do it every day? How often does he do it? ഇങ്ങനെ എല്ലാ സെന്റൻസും ഒന്ന് പറഞ്ഞു നോക്കൂ. എല്ലാ ദിവസവും 10 minutes every day. മനസ്സിലായി? കീപ് പ്രാക്ടീസിങ് ഇറ്റ് ഫോർ 10 minutes every day. 10 മിനിറ്റ് നിങ്ങൾ ഒരു മാസം കൊണ്ട്, നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകൾ പുരോഗമിക്കുന്നതനുസരിച്ച്, മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് നിങ്ങളുടെ ഫ്ലുവൻസി കൂടുമെന്നുള്ളത് ഉറപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ 4 ടെൻസുകളിലുള്ള നോക്കൂ, ഏതാണ്ട് ഒരു ടെൻസിൽ 4 സെന്റൻസ് വീതം 16 സെന്റൻസുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ട്. വളരെ നന്നായി. അർത്ഥം എന്താണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ സെന്റൻസിന്റെ സ്വഭാവം ടൈം മാർക്കർ കാണുമ്പോൾ തന്നെ ഏതാണ്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഒന്നുകൂടി പറയും, he does it every day. He is doing it now. He has already done it. He has been doing it for an hour. മനസ്സിലായല്ലോ? ഇവിടെ ഡൂവിന് പകരം മറ്റു വെബുകൾ ഉപയോഗിച്ച് പറയും. നോക്കൂ, he reads the newspaper every day. ഉണ്ടല്ലോ. or he reads the newspaper daily. അങ്ങനെ ഒരു വാക്കുകൂടെ ചേരുന്നത് നല്ലതാണ്. എല്ലാത്തിനും വേണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ he knows 3 languages നമ്മൾ പറയുമ്പോൾ നോക്കൂ, അവിടെ ഒരു ടൈം മാർക്കറിന്റെ ആവശ്യമില്ല. കാരണം അത് ജനറൽ ട്രൂത്ത് ആണ്, അല്ലേ? നോക്കൂ, അങ്ങനെയാണ്. he knows 3 languages. Does he know 3 languages or he doesn't know 3 languages? How many languages does he know?
ഇങ്ങനെ നിങ്ങൾക്ക് പുതിയ സെൻറ്റൻസുകളുടെ ഒരു പാറ്റേൺ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. മനസ്സിലായല്ലോ? ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇവ ഈ ഉദാഹരണത്തിന് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ്, ഈ 3 ടെൻസിനും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് അങ്ങനെ പാസീവ് ഫോം എഴുതാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. അത് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതിന്റെ പാസീവ് ഫോം. പാസീവിനെ വേണ്ടി നമുക്ക് ചോദ്യമാക്കാനും നെഗറ്റീവ് ആക്കാനും പറ്റും. ഇപ്പോൾ ഇത്ര സെന്റൻസ് ആയിരുന്നാലും ഇപ്പോൾ സെന്റൻസുകളെ ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് സെന്റൻസുകളിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് പത്രം വായിച്ചാൽ മനസ്സിലാവും, ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. നമുക്ക് അങ്ങനെ മനസ്സിലായി തുടങ്ങിയാൽ നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ലാംഗ്വേജ് വരികയും ചെയ്യും. മനസ്സിലായില്ല? ലാംഗ്വേജ് പുറത്തു നിന്ന് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസ്ഡ് ഫ്രം ഔട്ട്സൈഡ്, ഇറ്റ് കംസ് ഫ്രം വിത്ത്. അങ്ങനെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ നല്ലൊരു ഇൻപുട്ട് നിങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം, ഒരു കറക്റ്റ് ഇൻപുട്ട്. അതിൽ നിന്ന് മാത്രമേ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ. സോ കീപ് പ്രാക്ടീസിങ് ഫോർ അറ്റ്ലീസ്റ്റ് 10 minutes every day. മനസ്സിലായല്ലോ? ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ലീഡ് യു ടു ഫ്ലുവൻസി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ഗ്യാരണ്ടീഡ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നമുക്ക് പാസ്റ്റ് ടെൻസുകളുമായാണ് നമ്മൾ വീണ്ടും കാണുന്നത്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വളരെ ലോജിക്കലായി നമുക്ക് അവയെ കാണാം. ഈ 4 ടെൻസുകൾ ഉണ്ടാക്കിയ അറിവ് മതി അതിലേക്ക്. നമുക്ക് ഉറപ്പാണ്. പുതുതായി നിങ്ങളൊന്നും പഠിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ കരുതിക്കൊള്ളൂ. മനസ്സിലായല്ലേ? ഇതിൻ്റെ എല്ലാം ഇക്വിവലൻസ് ആണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കാണാൻ പോകുന്ന പാസ്റ്റ് ടെൻസസ്. മനസ്സിലായി? സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഇതുകൊണ്ട് പ്രയോജനമുണ്ടായി എന്ന് തോന്നുന്നുവെങ്കിൽ, if you found it useful, like, subscribe, comment and share it with your friends. Thank you.